നമസ്കാരം. സംസ്കൃതിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രത്തിലെ ഒന്നാമത്തെ അധ്യായമായ സംഖ്യാലോകം അഥവാ നമ്പർ വേൾഡ് ആണ്. ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് 5ഓ അതിലധികമോ വരുന്ന വലിയ സംഖ്യകളെ എങ്ങനെയാണ് എഴുതുന്നതും അതുപോലെ തന്നെ വായിക്കുന്നതും എങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ അഞ്ചക സംഖ്യ ഏതാണെന്ന് നമുക്കറിയാം. 5 9കൾ ചേരുന്നതാണ് ഏറ്റവും വലിയ അഞ്ചക സംഖ്യ. ഈ സംഖ്യകൾ ഒന്ന് കൂട്ടിയാൽ 1ഉം 5 0വുമായ ഒരു സംഖ്യ കിട്ടും. ഈ സംഖ്യയാണ് 1 ലക്ഷം എന്നറിയപ്പെടുന്നത്. ഈ 1 ലക്ഷം എന്നറിയപ്പെടുന്നത് ഏറ്റവും ചെറിയ ആറക്ക സംഖ്യയാണ്. മനസ്സിലായോ? അതായത് ഗ്രേറ്റസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എന്നറിയപ്പെടുന്നത് 5 9s ആർ ഫോം ചെയ്യുന്നതായിരിക്കും. ഈ ഡിജിറ്റിനോട് 1 ആഡ് ചെയ്താൽ 1 and followed by 5 zeros കിട്ടും. ഇതിനെ പറയുന്ന പേരാണ് 1 lakh എന്നാണ് അറിയപ്പെടുന്നത്. ഈ 1 ലാഖിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 1 ലാഖ് എന്നറിയപ്പെടുന്നത് ഏറ്റവും ചെറിയ ആറക്ക സംഖ്യയാണ്. നമ്മളിപ്പോൾ പഠിച്ചു അഞ്ചക സംഖ്യയുടെ കേസ്. ഈ ആറക്ക സംഖ്യയുടെ കേസ് നോക്കാം. ദി ഗ്രേറ്റസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ ഈസ് 9,99,999. അതായത് ഏറ്റവും വലിയ ആറക്ക സംഖ്യ എന്നറിയപ്പെടുന്നത് 9,99,999. ഈ സംഖ്യയോട് നമ്മൾ 1 ആഡ് ചെയ്താൽ 1ഉം അതിനോട് 6 0 ചേർന്ന ഒരു സംഖ്യ കിട്ടും. ഈ സംഖ്യയെ 10 ലക്ഷം അഥവാ 10 lakh എന്നറിയപ്പെടുന്നു. ഈ 10 lakhന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 10 lakh എന്നറിയപ്പെടുന്നത് ദി സ്മാളസ്റ്റ് 7 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. അതായത് ഏറ്റവും ചെറിയ ഏഴക്ക സംഖ്യയാണ് 10 lakh എന്നറിയപ്പെടുന്നത്. നമുക്ക് നോക്കാം. ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്നത് 5, 10ന്റെ സ്ഥാനത്ത് കിടക്കുന്നത് 4, ഇപ്പോൾ വായിക്കുന്നത് 45. അതുപോലെ തന്നെ 100ന്റെ സ്ഥാനത്ത് കിടക്കുന്നത് 6. ഇപ്പോൾ ഇതുവരെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് 645 എന്ന് കിട്ടി. അതുപോലെ തന്നെയാണ് 1000ന്റെ സ്ഥാനത്ത് കിടക്കുന്നത് 2 ആണ്. അപ്പോൾ ഇതുവരെ കൂട്ടി വായിക്കുമ്പോൾ 2645 എന്ന് കിട്ടും. അതിനുശേഷം 10000ന്റെ സ്ഥാനത്ത് കിടക്കുന്നത് 3 ആണ്. ഈ സംഖ്യയോട് കൂട്ടി വായിക്കുമ്പോൾ 32,645. അതിനുശേഷം ലക്ഷത്തിന്റെ സ്ഥാനത്ത് കിടക്കുന്നത് 5 ആണ്. ഇത് ആറക്ക സംഖ്യ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് വായിക്കേണ്ടത് 5,32,645 എന്നാണ്. ഓക്കെയാണോ? 2-3 ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി ഒരു സംഖ്യ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ സംഖ്യ എത്ര അക്ക സംഖ്യയാണെന്ന് നോക്കുക. ആദ്യം ചെയ്യുന്നത് ഇത് 1 10 100 1000 10000 ലക്ഷം 1 10 100 1000 10,000 lakh. അപ്പോൾ ഇത് 6 ഡിജിറ്റ് നമ്പറാണ് അഥവാ ആറക്ക സംഖ്യയാണ്. ഈ സംഖ്യ വായിക്കേണ്ടത് ലക്ഷത്തിലായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് വായിക്കേണ്ടത് സ്റ്റാർട്ടിംഗ് 6,53,284. മനസ്സിലായോ? 6,53,284. അതായത് 6,53,284 എന്ന് കിട്ടും. മനസ്സിലായോ? അടുത്തതായി നമുക്ക് അടുത്തൊരു സംഖ്യ നോക്കാം. ഈ സംഖ്യ എത്ര സംഖ്യയാണെന്ന് നോക്കാം. അതായത് എത്ര ഡിജിറ്റ് ഉള്ള സംഖ്യയാണെന്ന് നോക്കാം. ആദ്യം അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇത് നോക്കുക. 1 10 100 1000 10000 ലക്ഷം 10 ലക്ഷം. ഇത് ഏഴക്ക നമ്പറാണ്. അതായത് 7 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ ഇത് നമ്മൾ എന്തെന്ന് പറയും? ആ ടേബിൾ നോക്കിയതിനു ശേഷം ഇതൊരു 10 ലക്ഷത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഇത് എങ്ങനെ വായിക്കണം നോക്കുക. 73,25,461. ഇത് വായിക്കേണ്ടത് 73,25,461 എന്നാണ് ഇത് വായിക്കേണ്ടത്. മനസ്സിലായോ? ഇനി തൊട്ടടുത്തുള്ള ഒരു സംഖ്യ കൂടെ നോക്കാം. ആദ്യം ഒരു സംഖ്യ കിട്ടിയാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താ? അത് എത്ര അക്കമുള്ള സംഖ്യ അഥവാ എത്ര ഡിജിറ്റ് ഉള്ള സംഖ്യയാണ്. അതായത് ഇത് 1 10 100 1000 10000 ലക്ഷം 1 10 100 1000 10,000 lakh. അതായത് ഇതൊരു 6 ഡിജിറ്റ് നമ്പർ അഥവാ ആറക്ക സംഖ്യ. ആറക്ക സംഖ്യ ഏത് ഡിജിറ്റ് ആണെന്ന് നമുക്കറിയാലോ? ലക്ഷത്തിലാണ് വരുന്നത്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പട്ടികയിൽ കിടക്കുന്നത്. അതായത് ഇത് ലക്ഷത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് വായിക്കേണ്ടത് 8,43,246. അതായത്
അതായത് 8,43,246 എന്ന് വായിക്കാം. നമുക്കിനി പാഠപുസ്തകത്തിലെ ചില ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടാം. ഫോർ ഈച്ച് നമ്പർ ബിലോ ഫൈൻഡ് ടു നമ്പേഴ്സ് ഇൻ ദി ടേബിൾ ബിറ്റ്വീൻ വിച്ച് ഇറ്റ് ലൈസ്. അതായത് ചുവടെ തന്നിരിക്കുന്ന സംഖ്യകൾ പട്ടികയിലെ ഏതെല്ലാം സംഖ്യകൾക്കിടയിലാണെന്ന് കണ്ടെത്തുക. പട്ടിക നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതായത് ഈ സംഖ്യ നോക്കാം, ഒന്നാമത്തെ സംഖ്യ നോക്കാം, 3245. സംഖ്യ വായിക്കാനും നമ്മൾ പഠിച്ചു. 3245 ഇത് പ്രധാനമായും 4 അക്കമുള്ള സംഖ്യയാണ്. അപ്പോൾ ഏറ്റവും ചെറിയ 4 അക്കമുള്ള സംഖ്യ ഏതാ? 1000. അതിന് തൊട്ടടുത്തുള്ള ഏറ്റവും ചെറിയ 5 അക്കമുള്ള സംഖ്യ ഏതാ? 10000. അപ്പോൾ ഈ സംഖ്യ കാണപ്പെടുന്നത് 1000-നും 10000-നും ഇടയിലാണ്. അടുത്ത സംഖ്യ നോക്കാം, 4,35,286. ഈ സംഖ്യ ഒരു 6 അക്ക സംഖ്യയാണ്. അപ്പോൾ ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യ ഏതാ? 1,00,000. അതിന് തൊട്ടടുത്തുള്ള 7 അക്ക സംഖ്യയോ? 10 ലക്ഷം. അപ്പോൾ ഈ സംഖ്യ കാണപ്പെടുന്നത് 1,00,000-നും 10,00,000-നും ഇടയ്ക്കാണ്. അടുത്ത നോക്കാം, 26,736. അതായത് ഇത് 5 അക്ക സംഖ്യയാണ്. അപ്പോൾ ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ ഏതാ? 10,000. ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യ അതിന് തൊട്ടടുത്തുള്ള 1,00,000. അപ്പോൾ ഈ സംഖ്യ കാണപ്പെടുന്നത് 10,000-നും 1,00,000-നും ഇടയ്ക്കാണ്. അടുത്ത സംഖ്യ നോക്കാം, 4,35,26,720. ഇത് എത്ര അക്ക സംഖ്യ? ഇത് 8 അക്ക സംഖ്യ. ഏറ്റവും ചെറിയ 8 അക്ക സംഖ്യ ഏതാ? 1 കോടി. അതിനുശേഷം തൊട്ടടുത്തുള്ള ഏറ്റവും ചെറിയ 9 അക്ക സംഖ്യയോ? 10 കോടി. അപ്പോൾ ഈ സംഖ്യ കാണപ്പെടുന്നത് എത്രയിലാ? 1 കോടിക്കും 10 കോടിക്കും ഇടയിലായിരിക്കും. മനസ്സിലായോ? നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. റൈറ്റ് ഡൗൺ എ 6-digit നമ്പർ ബിറ്റ്വീൻ വിച്ച് 2 numbers ഓഫ് ദ ടേബിൾ ഇസ് ഇറ്റ്. ഹൗ ഡു യു റീഡ് ഇറ്റ്? അതായത് ഒരു 6 അക്ക സംഖ്യ എഴുതുക. ഈ സംഖ്യ പട്ടികയിലെ ഏതെല്ലാം സംഖ്യകൾക്കിടയിലായിരിക്കും? ഈ സംഖ്യ എങ്ങനെ വായിക്കും? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 6 അക്ക സംഖ്യ എഴുതുക. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് 4, 5, 2, 3, 2, 1. ഇതൊരു 6 അക്ക സംഖ്യമാണ്. അപ്പോൾ ഇത് തുടങ്ങുന്നത് 1,00,000-നും 10,00,000-നും ഇടയ്ക്കായിരിക്കും. ഓക്കെ ആണല്ലോ? ഈ സംഖ്യ വായിക്കേണ്ടത് 4,52,321. 4,52,321. ഞാൻ പഠിപ്പിച്ചത് മനസ്സിലായാലും പ്രതീക്ഷിക്കുന്നു. 1-2 കണക്കുകൾ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് സ്വയം എഴുതി വായിക്കാൻ ശ്രമിക്കുക. വരും ക്ലാസ്സുകളിൽ നമുക്ക് ബാക്കി പഠിക്കാം.